ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു JMJ. ഞാൻ ആക്ച്വലി ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ആ പോസ്റ്റർ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. പക്ഷെ എന്ത് പറയാം, കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 7-8 വീഡിയോസും ചെയ്തിരിക്കുന്നത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ എമ്പുരാൻ 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 എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ വേറെ ചില സംഭവങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിലും മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ എമ്പുരാനെ കുറിച്ചാണ്. അങ്ങനെ ഇന്നൊരു എമ്പുരാന്റെ വീഡിയോ ഇട്ടു. സോ ബസൂക്ക വന്നപ്പോൾ ഭയങ്കര ആവേശത്തോടെ ബസൂക്കയുടെ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ദേ നടക്കണ വീണ്ടും എമ്പുരാന്റെ ഒരു കിഡ്ലൻ അപ്ഡേറ്റ്. ഇതുവരെ വന്ന പോലെ ഏതെങ്കിലും പോസ്റ്ററോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞു കേട്ട കാര്യങ്ങളോ ഒന്നുമല്ല, ഇവരെന്നെ ഒഫീഷ്യലി തന്നിട്ടുള്ള മറ്റൊരു പോസ്റ്ററും വന്നിരിക്കുകയാണ്. ആ പോസ്റ്റർ നമുക്ക് റിയാക്ട് ചെയ്യാനുണ്ട്. ആദ്യം ബസൂക്ക തന്നെ ആവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ബസൂക്കയുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേൾക്കുന്നല്ലാതെ ഒഫീഷ്യൽ ഒരു പോസ്റ്റർ വന്നിട്ട് കുറച്ചായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പോസ്റ്റർ തന്നിട്ടുള്ളത്. ആൻഡ് എല്ലാ സമയത്തെയും പോലെ ഈ ഒരു പോസ്റ്റർ കാണുമ്പോഴും ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ ഒരു മനുഷ്യന്റെ കൊടൂര ലുക്കാണ്. കൊടൂര ലുക്ക് എന്ത് സ്റ്റൈലിഷ് ആണ് ഇത്! പറഞ്ഞു 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 നമ്മൾ മടുത്തു. പക്ഷെ അത്രയും സ്റ്റൈലിഷ് ആയിട്ട് വീണ്ടും വീണ്ടും പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. എന്ത് മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റർ! ബസൂക്ക എന്ന് എഴുതിയിരിക്കുന്നതാണെങ്കിലും അതുപോലെ ഏപ്രിൽ 10 ഇൻ സിനിമാസ് വേൾഡ് വൈഡ് എന്ന് അവിടെ ആ ഗ്ലാസ്സിൽ എഴുതിയിരിക്കുന്നതാണെങ്കിലും പുള്ളി നിൽക്കുന്നതിലും ഒന്ന് ആ ആംഗിൾ തന്നെ ഭയങ്കര ഒരു ഡച്ച് ആംഗിൾ ഫീലുള്ള രീതിയിലൊരു ക്യാമറ പോസാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ആൻഡ് പുള്ളിന്റെ നോട്ടവും താടിയും, ഈ താടി ഇത്ര മനോഹരമായിട്ട് ഇതിനു മുമ്പ് കണ്ട പോലെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് ഭയങ്കര കട്ടി താടിയുടെ ഒരു ഭംഗി ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കേണ്ട ഭയങ്കരമായ ഒരു നോട്ടാണ് നോക്കുന്നത്. എന്തോ ഒരു ആക്ഷൻ ഫൈറ്റ് എന്തോ സാധനം ഉണ്ട് അവിടെ, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു സീനാണെന്നാണ് തോന്നുന്നത്. ഞാൻ മുടി ഇവിടെ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്ന സാധനമാണെങ്കിലും ഒക്കെ ഈ ഒരു 73-കാരൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിടിലനായിട്ടുള്ള ഒരു പോസ്റ്റർ. പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബസൂക്ക സ്റ്റോം ടേക്സ് ഓവർ സ്ക്രീൻസ് വേൾഡ് വൈഡ് ഓൺ ഏപ്രിൽ 10. എക്സ്പെക്ട് നത്തിങ് ബട്ട് അബ്സല്യൂട്ട് മായ എന്നാണ് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഓറ ഉണ്ടല്ലോ, ഒരു നമ്മളൊരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ആക്ടറുടെ ഓറ. 1000 ഓറ എന്ന് പറഞ്ഞ പോലെ 10,000 ഓറയാണ് മമ്മൂക്കയ്ക്ക് ഉള്ളത്. അത് കറക്റ്റായിട്ട് സ്ക്രീനിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ളൊരു, നമുക്കറിയാലോ ഈ സിനിമ എന്ന് പറയുന്നത് സാധാ നമ്മൾ മറ്റു സിനിമയിൽ കാത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിലൊരു എക്സൈറ്റ്മെന്റ് എലമെന്റ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഇതിന്റെ ഒരു പരീക്ഷണ ചിത്രമാണെന്നുള്ളത് തന്നെയാണ്. മമ്മൂക്ക പരീക്ഷണ ചിത്രം എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു പരീക്ഷണ ചിത്രമാണെന്നുള്ളതും ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് വരുന്നു എന്നുള്ളതും അതിനേക്കാൾ ഉപരി ഒരു മാസ് ആക്ഷൻ ഗെയിം ത്രില്ലർ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു സാധനം കൂടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയാണ് സിനിമയിൽ. അപ്പൊ ഏപ്രിൽ 10 നമുക്കൊരു വൻ സാധനം അവിടെ കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ എന്താണ് എമ്പുരാൻ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ, എമ്പുരാന്റെ ഈ പറഞ്ഞ ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ്. ഒരു പോസ്റ്ററാണ് ഇത്. ലാലേട്ടന്റെ കൈ തന്നെയാണ്. ലാലേട്ടന്റെ കൈ തന്നെ അല്ലേ? ആണ്. ആ മോതിരം കണ്ടില്ലേ? പക്ഷെ 2 കൈ ലാലേട്ടൻ തന്നെയല്ലേ? ആണ്. എഴുതിയിരിക്കണത്തുള്ളൂ സ്റ്റേ ട്യൂൺ ഫോർ എ ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് എന്നാണ് പറയുന്നത്. ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് എന്താണ്? അങ്ങനെ ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് അറിയില്ല. ടുമോറോ 6 PM ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം L2E എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെയും സ്റ്റേ ട്യൂൺ ഫോർ എ ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് ടുമോറോ 6 PM IST എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നാളെ 6 മണിക്ക് 6 PM വൈകിട്ട് 6 മണിക്ക് ഒരു ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് വരുന്നുണ്ട്. അതായത് ഈ സിനിമയുടെ ലാൻഡ്മാർക്കായി മാറാൻ പോകുന്ന അനൗൺസ്മെന്റ്. എന്തായിരിക്കും അനൗൺസ്മെന്റ്? ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് ട്രെയിലറാണ്. കാരണം എല്ലാവരും കാത്തിരിക്കുന്നത് ട്രെയിലറിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഇന്ന് 17-ാം തീയതി ആയി. 27-ാം തീയതി വെറും 10 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ട്രെയിലർ എവിടെ, ട്രെയിലർ എവിടെ എന്നാണ് ഓരോ പോസ്റ്റിന്റെയും താഴെ ആരാധകരാണെങ്കിലും ഈ സിനിമയുടെ മാത്രം ആരാധകരാണെങ്കിലും കാത്തിരിക്കുന്നതും ചോദിക്കുന്നതും. ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമന്റ്സ് തന്നെ ട്രെയിലർ ഇറക്കി വിട അണ്ണാ, എവിടെയാണ് ട്രെയിലർ അണ്ണാ എന്ന് ചോദിച്ചിട്ടാണ് ചോദ്യങ്ങൾ മൊത്തം. ഇനി ട്രെയിലർ എങ്ങാനും ഉണ്ടാവില്ലേ എന്നുള്ള രീതിയിൽ വരെ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കും. പല ട്രോളിലും ഇതെല്ലാം ഡിലീറ്റ് ആയി പോയടവേ അതുവരെ ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്താ പറയാ, വെയിറ്റിംഗ് ഈഗർലി എന്ന് പറയുന്ന രീതിയിൽ ഈ ഒരു ട്രെയിലറിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ട്രെയിലർ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ട്രെയിലർ അനൗൺസ്മെന്റ് അത് തന്നെ ആവാനാണ് സാധ്യത. അനൗൺസ്മെന്റ് വേറെ എന്താ വരാനുള്ളത്? വേറെ ഒന്നുമില്ല. പിന്നെ പല ആളുകളും പറഞ്ഞു കേൾക്കുന്നതും പല കമന്റിലും വരുന്നതും നമുക്ക് അയച്ചിരുന്ന ആളുകൾ പറയുന്നു ഇത് ആ ഡ്രാഗൺ ബേക്കറിലെ തിരിഞ്ഞെടുക്കുന്ന ഒരു ഹിഡൻ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടറിനെ കുറിച്ചുള്ളതായിരിക്കും. ഒരിക്കലും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് ഈ സിനിമയുടെ വൺ ഓഫ് ദ മെയിൻ ഹൈപ്പിൽ പെട്ടിരിക്കുന്ന ഒരാൾ. ആരാണ് അയാൾ എന്നൊരു ചോദ്യം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോൺലി റിക്യൂൻ, ഇറ്റ്മാനിലെ പുള്ളിക്കാരൻ ഡോണി യെൻ, അതേപോലെ ഇക്വലൈസറിലെ നായകന്റെ പേര് തുടങ്ങി പല പേരുകൾ, ഈവൻ മമ്മൂക്കേന്റെ പേരടക്കം പറഞ്ഞു കേൾക്കുന്നുണ്ട്. മമ്മൂക്കേന്റെ പേരടക്കം പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു അനൗൺസ്മെന്റ് ആയത് ഇന്ന ആളാണ് കേട്ടോ,
അയാളുടെ പോസ്റ്റർ വരും കേട്ടോ എന്നൊക്കെ പറയും. അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യോ? പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യോ? ഹിഡൻ ക്യാരക്ടർ ഇന്ന സമയത്ത് വരുന്നുണ്ട്. ഏയ് ഏയ് അപ്പൊ ട്രെയിലറിന്റെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ കാണുമ്പോൾ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ കുറെ പോസ്റ്റർ ചാകര ചാകര പോലെ ഇറക്കിയിട്ട് ആ ഒരു ഇമ്പം പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ കുറെ പോസ്റ്റർ അതിലിപ്പോ എന്താ ഉള്ളത് എന്നുള്ള രീതിയിൽ കുറെ പോസ്റ്റർ തരുന്നതിന് പകരം ഈ പറഞ്ഞ പോലെ ഒരു എക്സൈറ്റ്മെന്റ് നിലനിർത്തുന്ന രീതിയിലുള്ള അല്ലെ ഒരു ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് 4-6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് എന്താണെന്ന് അറിയുന്ന ഒരു ത്വര. എന്തായാലും നാളെ 6 മണി വരെ കാത്തിരിക്കാം. ഈ സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞു തരാൻ പാടില്ലല്ലോ, അത് നമ്മൾ തന്നെ അറിയണമല്ലോ. അപ്പൊ 6 മണിക്ക് അറിയാം. അപ്പൊ ഈ 2 അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. എല്ലാ സമയത്തും പറയുന്ന പോലെ ബസൂക്ക ആണെങ്കിലും ശരി, എമ്പുരാൻ ആണെങ്കിലും ശരി, എമ്പുരാൻ ബസൂക്കയെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പുള്ള ഒരു സിനിമയാണ്. എന്നിരുന്നാൽ പോലും ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും ഭയങ്കരമാണ്. പറഞ്ഞ പോലെ മമ്മൂക്ക കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നല്ല ഹിറ്റുകൾ തരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. കുറെ ആളുകൾ കമന്റിലൊക്കെ പറഞ്ഞു കേട്ടു എന്നിട്ട് ഡൊമിനിക്ക് ഫ്ലോപ്പ് ആയെന്നൊക്കെ. ഡൊമിനിക്ക് ഫ്ലോപ്പ് ആയിട്ട് നിങ്ങളോട് ആരെ പറഞ്ഞ് എനിക്കറിയില്ല. ഡൊമിനിക്ക് ഫ്ലോപ്പ് ഒന്നുമല്ല, ഹിറ്റ് തന്നെയാണ്. അതുപോലെ വന്നിട്ടുള്ള എല്ലാ സിനിമകളും ഹിറ്റ് തന്നെയാണ് കിടക്കുന്നത്. ഭയങ്കരമായിട്ട് 100 കോടി 150 കോടി 200 കോടി ഒന്നും പറയാനില്ലെങ്കിലും നല്ല സിനിമകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല സിനിമകൾ വിലയിരുത്തപ്പെടേണ്ടത് കോടിക്കണക്കിലല്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ പറയുന്ന ആളുകൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം. പിന്നെ ലാലേട്ടനെ സംബന്ധിച്ചോളം എന്തുകൊണ്ട് ഈ കോടികൾ വരും എന്ന് പറഞ്ഞാൽ തമിഴിൽ ഈ വിജയനെ പറയുന്ന പോലെയാണ്. ലാലേട്ടന്റെ ആരാധകരുടെ പവർ ആ കാര്യത്തിൽ ഭയങ്കരം തന്നെയാണ്. ഒരു എബോ ആവറേജ് ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയും വീണ്ടും വീണ്ടും പടം കാണുകയും ഭയങ്കര ആവേശം അവരുടെ ആരാധകരിൽ അതായത് ലാലേട്ടന്റെ ആരാധകരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറിച്ച് മമ്മൂക്കയുടെ ആരാധകരിൽ അത്ര ഒരു ആവേശം ഇല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ച് ആരാധകർ കൂടുതൽ ലാലേട്ടനാണ് എന്നല്ല ഞാൻ പറയുന്നത്. അത് ഈക്വലി തന്നെയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ ആവേശം നോക്കുകയാണെങ്കിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലാലേട്ടന്റെ ആരാധകർ കുറച്ച് ആവേശം കൂടുതലുണ്ട് എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ കളക്ഷനിലും മറ്റു കാര്യങ്ങളൊക്കെ പ്രതിഫലിക്കാറുമുണ്ട്. ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു ഒപ്പീനിയൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മത്സരിക്കാനില്ല, എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം ലാലേട്ടന്റെയും മമ്മൂക്കിന്റെ കാര്യത്തിൽ മത്സരിച്ചിട്ട് കാര്യമില്ല. അത് ജയിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു. ഇതോടെ എടുക്കണം. കാണുന്നവരെ ടാറ്റ. അപ്പൊ നാളെ 6 മണി.